കഴിഞ്ഞ 9 ദിവസമായി നടന്ന തിരച്ചിലിൽ ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തി. കേരളത്തിലെ എല്ലാ വീടുകളിലും അർജുനെക്കുറിച്ച് സംസാരിക്കാത്ത ദിനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അതിശക്തമായി തന്നെ അർജുനെ കണ്ടെത്താനായി രംഗത്തിറങ്ങി. അതിനുശേഷമാണ് കർണാടകയിലെ സർക്കാരിന് മനുഷ്യജീവന്റെ വില തിരിച്ചറിയുന്നത്. അതുവരെ NH-66 ഗതാഗതം സംവിധാനം നേരെയാക്കാനുള്ള പരിശ്രമം മാത്രമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ മനുഷ്യജീവന് അതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് കർണാടകയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കേരളത്തിൻ്റെ ഒരുമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസങ്ങളിൽ ഒരു ട്രക്കും അതിൻ്റെ സംവിധാനങ്ങളുമായി 60,000 ടൺ മണ്ണ് മാറ്റാൻ ശ്രമിച്ച കർണാടക സർക്കാരിന് ഒടുവിൽ പുതിയ തലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അവിടെ സൈന്യമെത്തി, നേവി എത്തി, NDRF എത്തി. എല്ലാവരും സംയുക്തമായി തിരച്ചിൽ നടത്തി. കരയിൽ അർജുൻ്റെ ട്രക്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുഴയിലാണ് തിരച്ചിൽ കഴിഞ്ഞ ദിവസം മുതൽ ഊർജിതമാക്കിയത്. ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ്റെ ട്രക്ക് പുഴയിലുണ്ട്. കരയിൽ നിന്ന് ഏതാണ്ട് 20 അടി ദൂരത്തിലും വെള്ളത്തിൽ ഏതാണ്ട് 15 അടി താഴ്ചയിലുമാണ് ഈ ട്രക്കുള്ളതെന്ന് കണ്ടെത്തി. കാർവാർ MLA ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. നാളെയെങ്കിലും ട്രക്ക് കരയ്ക്കെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിച്ചു. ഷിരൂരിൽ നിന്ന് സന്തോഷ്. തിരച്ചിൽ ഇന്ന് 9ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് പ്രതീക്ഷയുടെ ദിവസമായിരുന്നു. കഴിഞ്ഞ 8 ദിവസങ്ങളും ഈ തിരച്ചിൽ നിരാശയാണ് സമ്മാനിച്ചതെങ്കിൽ 9ാം ദിവസം ഇത് പ്രതീക്ഷയാണ് നൽകിയത്. കാരണം ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇന്ന് ഈ ബൂം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ 60 അടി താഴ്ചയിലേക്ക് മണ്ണ് മാന്താൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് ബൂം എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ മുതൽക്ക് തന്നെ ഉറപ്പിച്ചത്. അല്പം വൈകിയാണെങ്കിലും 12 മണിയോടുകൂടിയാണ് ഈ ബൂം മെഷീൻ ഇവിടെ എത്തിച്ചേർന്നത്. അതുപയോഗിച്ച് നദിയിലെ മണ്ണ് മാറ്റാൻ വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും ഈ പുഴയുടെലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് മാറ്റാൻ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ്, വൈകുന്നേരത്തോടു കൂടിയാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് അല്ലെങ്കിൽ സ്ഥിരീകരണം പുറത്തു വന്നത്. അർജുൻ്റെ ലോറി ഗംഗാവാലി നദിയിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം, ആ ലോറി കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. ഇതുവരെയുള്ള തിരച്ചിലൊന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു സൂചനയും ലഭിക്കാതിരുന്ന ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 9ാം ദിവസം എത്തുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഗംഗാവാലി നദിയിൽ അർജുൻ്റെ ലോറി ഉണ്ട് എന്നുള്ള കാര്യം ലോറി കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുകയാണ്. ആ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് കർണാടകയുടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കൃഷ്ണ ബൈരഗൌഡയാണ് ട്വിറ്ററിലൂടെ ഈ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹം അത് കൂടാതെ ഈ ബൂം മെഷീൻ്റെയും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരുടെയും എല്ലാം സഹായത്തോടു കൂടി അത് വൈകാതെ തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും പങ്കുവച്ചു. പിന്നീട് അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടന്നത്. അതായത് ഇന്നലെ തന്നെ നാവികസേനയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് ഉള്ള വസ്തു അത് അർജുൻ്റെ ലോറിയാണ് എന്ന് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. അവിടേക്ക് ഈ മണ്ണ് മാറ്റി ഉള്ള പരിശോധന എല്ലാം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ കനത്ത മഴയാണ് ഇന്നത്തെ ഈ രക്ഷാദൗത്യത്തിന് തടസ്സമായി എത്തിയത്. മണിക്കൂറുകൾ നീണ്ട കനത്ത മഴയും കാറ്റും വളരെ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളായി മാറി. പലപ്പോഴും ഈ പറയുന്ന ദൗത്യം നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ബോട്ടിൽ നാവികസേനയുടെ സേനാംഗങ്ങൾ അവിടേക്ക് ഈ സ്ഥലത്തേക്ക് ലോറി ഉള്ള സ്ഥലത്തേക്ക് പോയെങ്കിലും അവർക്ക് കനത്ത മഴയിൽ അവിടെ തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ബോട്ട് കരക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. മുങ്ങൽ വിദഗ്ധർക്കും ഇന്ന് അവിടേക്ക് മുങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. കാരണം കനത്ത മഴയും കാറ്റും ഒപ്പം തന്നെ ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്കും ജലനിരപ്പ് ഉയർന്നതും എല്ലാ ഘടകങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ദൗത്യം അതീവ ദുഷ്കരമായിരുന്നു. ഇന്ന് വൈകുന്നേരമുള്ള ദൗത്യം ഏതാണ്ട് 6:30 ഇന്നുള്ള ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി നാളെ രാവിലെ ഇത് പുനരാരംഭിക്കുമ്പോൾ കൂടുതൽ സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ബൂം കൂടി എത്തിക്കാനുള്ള
മെഷീൻ കൂടി മണ്ണ് മാറ്റാനായി എത്തിക്കാനുള്ള ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് നാളെ ഈ പറയുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിക്കും. അതോടൊപ്പം തന്നെ ഈ ദൗത്യസേന അംഗങ്ങളുടെ ഈ ദുരന്ത നിവാരണ സേന അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ ദൗത്യത്തിലേക്ക് വരും. വിദഗ്ധർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി നാളെ എത്തും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിട്ടയർഡ് മേജർ ആയിട്ടുള്ള ഇന്ദ്രപാൽ ഈ സംഘത്തിനോടൊപ്പം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ ഈ സംഘത്തിനൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടിയുണ്ട്. വെള്ളത്തിന് അകത്ത് ഉള്ള കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കാൻ കഴിയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രം ഈ ലോറിയുടെ സംബന്ധിച്ച് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോറിയുടെ അടുത്തേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ലോറി ട്രക്ക് ഏത് പൊസിഷനിലാണുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കുന്നത് ഇത് കരക്ക് അടുപ്പിക്കുന്നതിന് കൂടുതൽ സഹായകരമാകും. അതിനുശേഷമായിരിക്കും ഇത് കണ്ടെത്തിയതിന് ശേഷം ആദ്യം അതിനടുത്തേക്ക് എത്തുക, അവിടെ അതിൻ്റെ കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക. അതിനുശേഷമായിരിക്കും ലോറി കരക്ക് എത്തിക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. അതിനും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട്. ആ സജ്ജീകരണങ്ങൾ കൂടി നാളെ എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇതുവരെ തിരച്ചിലിൻ്റെ 8 ദിവസവും കാണാമറയത്തുണ്ടായിരുന്ന അർജുനും അർജുൻ്റെ ലോറിയും 9ാം ദിവസമാകുമ്പോഴേക്കും അവിടെ ഉണ്ട്, ഗംഗാവാലി നദിയിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കാത്തിരിക്കേണ്ടത് അടുത്ത ദിവസം നാളെ നടക്കുന്ന തിരച്ചിൽ. ഇതിൽ കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. അതേസമയം ഈ മേഖലയിൽ ഓറഞ്ച് അലർട്ടെല്ലാം നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ പെയ്യാനുള്ള സാഹചര്യം നാളെയുമുണ്ട്. അത്തരത്തിൽ കനത്ത മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ദൗത്യം വൈകും, അല്ലെങ്കിൽ അത് തടസ്സപ്പെടും. ഈ രക്ഷാദൗത്യം കൂടുതൽ വൈകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയുള്ള അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്ന സമയത്ത് ഈ ദൗത്യം വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ, കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ ഈ ദൗത്യം പൂർത്തീകരിച്ച് ലോറി പുറത്തെത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജുനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 9ാം നാളാണ്. മലയാളികൾ എല്ലാ ഭാഗത്തു നിന്നും അനുനിമിഷം ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശിരൂരിൽ എന്നുള്ള കാര്യം അനുനിമിഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തന്നെ ഈ ദൗത്യം പൂർത്തിയാകാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഷിരൂരിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.